ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വൈകുന്നേരം ചൂടോടെ കഴിക്കാനുള്ള പലഹാരമാണിന്ന്. ചായ വെക്കണ നേരം കൊണ്ട് തന്നെ ഒപ്പുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള പലഹാരമാണ്. ഇഡ്ഡലി മാവാണിത്. കുറച്ച് വെള്ളമൊഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇത് മൈദ. രണ്ടും ഓരോ കപ്പ് വീതമാണ് എടുത്തേക്കണേ. സബോള ഒരെണ്ണം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കാം. നീളത്തിൽ കീറിയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് നേരത്തെ നുറുക്കി വയ്ക്കാം. മാവൊക്കെ പിന്നെ വീട്ടിലുണ്ടാവുമല്ലോ സാധാരണ. ഇനി ഇഞ്ചി 1 ഇഞ്ച് പീസ്, അതും ചെറിയ കഷ്ണമാക്കണം. വേറെ വഴറ്റണില്ല, അതുകൊണ്ട് സ്നാക്കിൽ വലിയ കഷ്ണമായിട്ട് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയെടുക്കാം. 3-4 വെളുത്തുള്ളി നുറുക്കാം. ഇനി പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളക് ഉപയോഗിക്കരുത്, കുറച്ച് മാത്രം എരിവുള്ള പച്ചമുളക് എടുക്കാം. കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ മാറ്റി വയ്ക്കാൻ പാകത്തിന് പച്ചമുളക് മാത്രം ഇത്തിരി വലിപ്പം കൂട്ടി നുറുക്കാം. ഇനി പച്ചമുളക് വേണ്ടെന്നുണ്ടെങ്കിൽ പകരം കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ടിട്ട് ബാലൻസ് ചെയ്യാം. ബൗളിലേക്ക് മൈദ, സബോള നുറുക്കിയത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇഡ്ഡലി മാവ്, കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവിൽ ഉപ്പുണ്ട്, അത് കുറച്ചിട്ടുള്ള ഉപ്പിടാം. ഒരു തണ്ട് കറിവേപ്പില. ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒഴിക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഈ സമയത്ത് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം, ഇത്തിരി കൂടി ലൂസാവേണ്ട. മാവ് നല്ല കട്ടിയാണെങ്കിൽ സ്നാക്ക് സോഫ്റ്റ് ആവില്ല. ഇത് പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന സ്നാക്ക് പോലെ കളറും ഫ്ലേവറും സോഡാപ്പൊടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഹെൽത്തിയാണ്. ഇപ്പം എല്ലാം നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാം വെള്ളം ഇനി വേണമെന്ന്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. ഇപ്പോൾ പാകമായി. സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് ഫ്രൈ ചെയ്യാം പാകത്തിനായി. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ എടുത്ത് എണ്ണയിലേക്ക് ഇടാം. ഡീപ്പ് ഫ്രൈ ആണ്, പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇങ്ങനെ സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് മാവ് ഒഴിക്കാം. ഒരു സൈഡായിട്ടുണ്ട്. വേഗം വേഗം വിട്ട് വരും പാനിൽ നിന്ന് ആയി കഴിയുമ്പോൾ. ഇനി തിരിച്ചിടാം. ഒരുപാട് വേവൊന്നുമില്ല, ഇങ്ങനെ ആയിട്ടുണ്ട്. പാകത്തിനായി. ഇനി കോരിയെടുക്കാം. അടുത്ത ട്രിപ്പ് ഇതുപോലെ ചെയ്യാം. ഈ പൊടികളും സബോളയൊക്കെ ചേർത്ത് മാവ് റെഡിയാക്കിയിട്ടും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. വൈകുന്നേരം ചായ ഉണ്ടാക്കുമ്പോൾ ഈ പലഹാരവും ഒപ്പമായിക്കോളും. ഓരോ സൈഡിലും 2 മിനിറ്റ് മതിയാവും വേവ്. ഒരു ടേബിൾ സ്പൂൺ കണക്കിനാണ് നമ്മൾ മാവ് ഒഴിച്ചേക്കുന്നത്. ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് എണ്ണ എടുക്കാം. അങ്ങനെ സ്നാക്ക് റെഡിയായി. ഇഡ്ഡലി മാവിൻ്റെ ചെറിയൊരു പുളിരസവും പിന്നെ പച്ചമുളകും സബോളയും അത് കടിക്കാനും കിട്ടും ഇടയ്ക്ക്. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.